وعليكم السلام ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എൻ്റെ മാന്യദേഹം ചോദിച്ചിട്ടുള്ളത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമാണിത്. കാരണം നജസിനെ വിൽക്കപ്പെടരുത്, വാങ്ങപ്പെടരുത് എന്നാണല്ലോ നിയമം. അപ്പോ നായ, പന്നി ഇവയെപ്പോലെ തന്നെയല്ലയോ മറ്റു ഒരുപാട് ചാണകം, കോഴിക്കാഷ്ടം, ആട്ടിൻകാട്ടം പോലെയുള്ള നജസുകളൊക്കെ വിൽക്കപ്പെടലും വാങ്ങലും സുലഭമാണല്ലോ. അത് പിന്നെ എങ്ങനെയാ പറ്റുക എന്നത് എല്ലാവർക്കും സംശയമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഒരു വസ്തു വിൽക്കപ്പെടുവാനും വാങ്ങപ്പെടുവാനും ശുദ്ധിയാവുക എന്നുള്ളത് ഷർത്താണ്. അല്ലെങ്കിൽ അത് ശുദ്ധിയാക്കാൻ പറ്റണം. ഇപ്പം നജസായ വസ്ത്രം വാങ്ങാം, കാരണം അത് കഴുകി ശുദ്ധിയാക്കാമല്ലോ. ആകെ രക്തം പുരണ്ട മാംസം വാങ്ങാം, കാരണം അത് നജസാക്കാൻ പറ്റുമല്ലോ, ശുദ്ധിയാക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതൊക്കെ പറ്റും. നേരെ മറിച്ച് ഒരിക്കലും ശുദ്ധിയാക്കാൻ പറ്റാത്ത നജസായ വസ്തു, അതായത് ഐനുൻ നജസ്, തടിയേ നജസായത്, പന്നി, നായ, ചാണകം, ആട്ടിൻകാഷ്ടം, കോഴിക്കാഷ്ടം, രക്തം, ഇതുപോലെയുള്ള ഐനുൻ നജസ്, തടിയേ നജസായ സാധനം, ഇത് വിൽക്കപ്പെടാനും പാടില്ല, വാങ്ങാനും പാടില്ല എന്നാണ് നിയമം. എന്നു മാത്രമല്ല, ഇതിൽ ഈ ആൾക്ക് ഉടമാവകാശം അഥവാ മിൽക്ക് അധികാരം ഉണ്ടാകൂല എന്നതാണ് പരമാർത്ഥം. ഒരു നായയിലോ പന്നിയിലോ കോഴിക്കാഷ്ടത്തിലോ ചാണകത്തിലോ മറ്റൊന്നും ഉടമാവകാശം ഇല്ല. പിന്നെയോ ഇഖ്തിസ്വാസ് എന്ന തനിക്കതിലൊരു കൈവശാവകാശം ഉണ്ട്. ഉദാഹരണം, എന്റെ പശു വിസർജിച്ച ചാണകം, എന്റെ കോഴി വിസർജിച്ച കോഴിക്കാഷ്ടം, എന്റെ ആടിന്റെ വിസർജനമായ ആട്ടിൻകാട്ടം, ഈ കോഴിയും ആടും പശുവും എന്റേതാണ്. അതൊക്കെ എന്റെ ഉടമാവകാശത്തിലുള്ളതാണ്, എന്റെ മിൽക്കിലാണ്. പക്ഷെ അവയുടെ കാഷ്ടങ്ങളൊക്കെ നജസ്, ഐനുൻ നജസ് ആകയാൽ അതൊന്നും എന്റെ അധികാരത്തിലല്ല, അഥവാ ഉടമാവകാശത്തിലല്ല, മിൽക്കിലല്ല. പിന്നെയോ അത് എന്റെ ഇഖ്തിസ്വാസിലാണ് എന്നാണ് ശറഈന്റെ നിയമം. ഇഖ്തിസ്വാസ് എന്നാൽ എനിക്കതിൽ കൈവശാവകാശമുണ്ട്. ഉടമാവകാശമല്ലല്ലോ എന്നും പറഞ്ഞ് ആർക്കെങ്കിലും വാരി കൊണ്ടുപോകാൻ പറ്റൂല. കാരണം എന്റെ മൃഗങ്ങളുടെ, എന്റെ ഉടമസ്ഥതയിലുള്ള മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളാകയാൽ അവയിൽ എനിക്ക് ഇഖ്തിസ്വാസും കൈവശാവകാശവും ഉണ്ട് എന്ന്. അപ്പോ വിൽക്കപ്പെടുക, വാങ്ങപ്പെടുക എന്നുള്ളത് നജസാകയാൽ പറ്റില്ല. അതുപോലെ തന്നെ ഉടമാവകാശം ഇല്ലാത്തതുകൊണ്ടും പറ്റില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ എനിക്കുള്ള കൈവശാവകാശം മറ്റൊരാൾക്ക് നൽകാം, അതിനു പകരം എനിക്ക് കാശ് വാങ്ങുകയും ചെയ്യാം. നഖ്ലുൽ യദ് എന്നാണ് ഫുഖഹാ ഇതിനെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താണ് ഇതിന്റെ വ്യത്യാസം, എന്താണ് കാരണം എന്നൊക്കെ സവിശദം ഫിഖ്ഹിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ അവിടേക്ക് കടക്കുന്നില്ല. അപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ എന്റെ കയ്യിലുള്ളൊരു നജസ് മറ്റൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ, അസ്തത്തു ഹഖീ ഫീ കദാ ബി കദാ, ഈ 10 കൊട്ട ചാണകത്തിൽ എനിക്കുണ്ടായിരുന്ന അവകാശം ഞാൻ അത് നിങ്ങളിലേക്ക് നൽകുകയാണ് ഒരു 200 രൂപക്ക് പകരം എന്ന് പറഞ്ഞാൽ, ആ 200 രൂപ എനിക്ക് മേടിക്കാം. ഈ 10 തപ്പ് ചാണകം അങ്ങോട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇതെന്താ 10 തപ്പിന് 200 രൂപ എന്ന് ചോദിക്കാണ്ട്, എനിക്ക് എന്റെ വിലയൊന്നും അറിയില്ല, ഇന്ന് നാട്ടിലെങ്ങനെയാണ് ഉള്ളതെന്നൊന്നും അറിയില്ല, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ ബൈഅ ശിറാ, വിൽപ്പനയും അതുപോലെ തന്നെ ഒരു വസ്തുവെ കൊള്ളലും അല്ല, ബൈഅ ശിറാ അല്ല. പിന്നെയോ നഖ്ലുൽ യദ് എന്നുള്ളതാണ്. ഈ വിഷയം സവിസ്തരം ബഹുമാനപ്പെട്ട തുഹഫത്തുൽ മുഹ്താജ് ഷർവാനി സഹിതം 4ാം വാള്യം 235 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചാണകമോ ആട്ടും കാഷ്ടമോ മറ്റോ ഒക്കെ വാങ്ങേണ്ടി വന്നാൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇതിന്റെ അവകാശം ഞാൻ നിനക്ക് നൽകുന്നു, റുപ്യക്ക് പകരമായി, അതിലേക്ക് പകരമായി ഞാൻ അങ്ങനെ ചെയ്യുന്നു. ഞാനത് വിറ്റു എന്നോ വാങ്ങി എന്നോയുള്ള ബൈഅ ശിറാ അല്ല, നഖ്ലുൽ യദ് എന്ന കൈവശാവകാശം അങ്ങുമിങ്ങും മാറ്റം ചെയ്യുക എന്നുള്ളതാണ്. ആ നിലക്ക് അത് അനുവദനീയമാണ് എന്നർത്ഥം. അല്ലാഹു അലം ബിസ്സവാബ്. അസ്സലാമു അലൈക്കും.